അല്ല, പൊതുവിൽ ഈ SFI നേതാക്കന്മാരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനും ഒരു പരിധിക്കാരി പോയി ഒരിക്കൽ ഞാൻ ഏതൊരു മീഡിയ ചർച്ചയിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാർ ഇങ്ങനെ ഈ SFIക്കാർക്ക് പിന്നെ MA പാസ്സാകുന്നതിനെയും PhD എടുക്കുന്നതിനെയൊക്കെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ കുറച്ച് ബുദ്ധിജീവികൾ വന്നു പോയി. ബുദ്ധിജീവികളായിട്ടുള്ള മിടുക്കരായിട്ടുള്ള കുട്ടികൾ SFI ചേർന്ന് പോയത് ഞങ്ങളുടെ ഒരു പാതകമാണോ? തീർച്ചയായിട്ടും ഞാനും വിചാരിച്ചു. അതിലുള്ള കുട്ടികളെല്ലാവരും അതേസമയം നമ്മുടെ മറ്റ് പാർട്ടിയിലുള്ള കുട്ടികളെല്ലാം പരീക്ഷ എഴുതുന്നു, തോക്കുന്നു, MAക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ PGക്ക് വരുന്നു, റാങ്ക് വാങ്ങുന്നു, ടോപ്പ് മാർക്ക് വാങ്ങുന്നു, അവിടെ തന്നെ റിസർച്ച് ചേരുന്നു. അത് 3 കൊല്ലത്തെ റിസർച്ച് 10 കൊല്ലം കൊണ്ട് തീർക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ മുഴുവൻ SFI വളർത്താൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഡോക്ടറേറ്റ് എടുക്കുന്നു. ഡോക്ടറേറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി സംവിധാനത്തിൽ അവർ അധ്യാപകരാകുന്നു. വാഴക്കുല ഡോക്ടറേറ്റ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറേറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, നേതാക്കന്മാർ കൂടുതൽ ഡോക്ടറേറ്റും എടുക്കുന്നു. പലരും മലയാളത്തിലെടുത്തായത്. ഇപ്പോഴുള്ള പല പ്രതിഭകളെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നത് എല്ലാം മലയാളത്തിലാണ് ഡോക്ടറേറ്റ്. മലയാളത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ മലയാളത്തിൻ്റെ സോഫ്റ്റ്വെയർ പ്രാചീർഷ്യം ചെക്ക് ചെയ്യാറില്ല. അപ്പം കാരണം ഇംഗ്ലീഷിൽ മാത്രമേ സോഫ്റ്റ്വെയർ പ്രാക്ടീസും ചെക്ക് ചെയ്യാൻ പോകും. അതുകൊണ്ട് മലയാളത്തിലാണ് പലരും PhD എടുക്കുന്നത് എളുപ്പത്തിൽ. അത് മാത്രമല്ല, വാല്യുവേഷൻ വെളിയിലൊന്നും പോകണ്ടല്ലോ, നമ്മുടെ ഇവിടെ ആർക്കെങ്കിലും പരിചയമുള്ളവർക്ക് അയക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി സംവിധാനം മുഴുവൻ അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ UDFൻ്റെ സംവിധാനം ഭരിക്കാൻ വരട്ടെ, അപ്പോഴും സർവകലാശാലകളുടെ നിയന്ത്രണം പൂർണ്ണമായും CPMൻ്റെ SFIയുടെ കയ്യിലാണ്. അപ്പോൾ അവരുടെ ഭരണം നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി സിസ്റ്റം മുഴുവൻ അവരുടെ കയ്യിലാണ്. അപ്പോഴത്തേക്ക് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അവരാകുമ്പോഴത്തേക്കും വിദ്യാർത്ഥികളെ അവരതനുസരിച്ച് ക്രമീകരിച്ച് കൊണ്ടുപോകും. വിദ്യാർത്ഥിയോട് പറയാറുണ്ട്, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മാർക്ക് കിട്ടിയാൽ പോരെ, മാറ്റ് പ്രാക്ടീസ് കാണിച്ചോ. യൂണിവേഴ്സിറ്റി സംവിധാനങ്ങളിലുള്ളതുകൊണ്ട് മാറ്റ് പ്രാക്ടീസിലൊന്നും സംഭവിക്കാൻ പോകില്ല. അതല്ലേ അവസാനം നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്തിയ ആ കത്തിക്കുത്തില്ലായിരുന്നെങ്കിൽ ശിവരഞ്ജി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ SI ആവുമായിരുന്നു. പിന്നെ തീർച്ചയായും. അപ്പോൾ അത് യാദൃശ്യ ആ കത്തിക്കുത്ത് നടന്നതുകൊണ്ടും അവരിലുള്ള സ്പ്രിറ്റ് കൊണ്ടുമാണ് ഇത് പുറത്തു വന്നത്. ഉത്തരക്കടലാസുകൾ കുന്നുകൂടി ചെന്ന് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും എല്ലാ യൂണിവേഴ്സിറ്റിയും എല്ലാ കോളേജുകളിലും നടക്കുകയാണ്. SFIയുടെ വലിയൊരു വിഭാഗം കുട്ടികൾ ക്ലാസ്സിൽ കയറാതെ പഠിക്കാതെ ഉന്നത മാർക്ക് വാങ്ങുന്നത് മുഴുവനും മാറ്റ് പ്രാക്ടീസിലൂടെയാണ്. ഇതിനെ പറ്റിയ കുറേ അധ്യാപകന്മാരുമുണ്ട്. ആ അധ്യാപകർ ഒരുപാടുള്ള നെക്സസാണ്. പക്ഷേ ഇതെല്ലാം തെറ്റാണെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം അധ്യാപകർ നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. അവർക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പീഡിപ്പിക്കപ്പെടും. പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികളെ ഇടിച്ചു കൊല്ലുകയും പഠിക്കാം. അതിൻ്റെ ഉദാഹരണമാണല്ലോ നമ്മുടെ പൂക്കോട് നടന്നത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കും. പൂക്കോട് നടന്ന സംഭവം വാസ്തവത്തിൽ സിദ്ധാർത്ഥ് കൊല ചെയ്യപ്പെട്ടതാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പോഴും അന്വേഷണം പൂർത്തി CBIക്ക് വിട്ടത് തന്നെ എന്തുകൊണ്ടാണ്? ഗവൺമെൻറ് CBIക്ക് വിടാൻ തയ്യാറായതല്ല, അതൊരു അഭിനയമായിരുന്നു. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. തീരുമാനിച്ചു, രക്ഷകർത്താക്കൾ വരുന്നു, അരമണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി ഉത്തരവിടുന്നു, അതോടൊരു തീർന്നു. അതൊരു തിരക്കഥയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ UDF നടത്തിയ പ്രക്ഷോഭങ്ങളെല്ലാം നിർത്തിവെക്കുന്നു. പക്ഷെ അത് അന്വേഷിക്കുക വേണ്ടി അത് ഫയൽ മുമ്പോട്ട് നീങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ചെയ്ത ഒരു തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ചപ്പോൾ എന്താ, ഫയല് 3 മാസം അവിടെ അടയിരിക്കുക സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്കും അവിടെയുള്ള ഡെപ്യൂട്ടി സെക്രട്ടറിയെയും ഒരു സെക്ഷൻ ഓഫീസറെയും ഒരു അസിസ്റ്റന്റിനെയും സസ്പെൻഡ് ചെയ്തു. അവരെ തിരിച്ചെടുത്തു. ഇലക്ഷനെ ഫേസ് ചെയ്യുന്നിട്ട് ഇലക്ഷൻ തീർന്ന 26-ാം തീയതി കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം അവരെ തിരിച്ചെടുക്കാനുള്ള നടപടിയെടുത്തു. ഒരു സസ്പെൻഷൻ കഴിഞ്ഞ ഒരു മെമ്മോ ചാർജ് കൊടുക്കണ്ടേ, എൻക്വയറി നടത്തണ്ടേ? തീർച്ചയായും അതൊന്നുമില്ലാതെ തിരിച്ചെടുത്ത്. അപ്പോൾ ആ ഈ CBI അന്വേഷണവും ഇതെല്ലാം ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ച അവർ തിരക്കഥയനുസരിച്ചാണ്. പിന്നെ ആ സിദ്ധാർത്ഥൻ്റെ അമ്മയും ഹൈക്കോടതി പോയതുകൊണ്ടാണ് ആ CBI അന്വേഷണം വന്നത്. അപ്പോൾ എന്തായാലും ആ കുട്ടികൾ പോയി റിമാൻഡിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, SFI കാണിക്കുന്ന എല്ലാ അതിക്രമങ്ങളെയും അവർ ന്യായീകരിക്കുകയാണ്. ഇന്ന് വരെയും ആ പൂക്കോട് സംഭവത്തിന് SFI അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഞാൻ ഈ മേയറെ സംബന്ധിച്ചോളം ഒരു കുട്ടിയാണ്, ശരിയാണ്, പഠിക്കുകയാണ്, പഠിക്കട്ടെ, അവർ പഠിച്ചു വരുമ്പോൾ ആയതാണ്. പക്ഷേ തെറ്റ് ചെയ്താൽ ആ തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ അഡ്വൈസ് ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല, ആ ചെയ്യുന്ന തെറ്റുകൾ മുഴുവനും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ന്യായീകരിക്കുകയാണ്. അത് വലിയ അപകടമല്ലേ? അത് നമ്മുടെ കേരള സമൂഹത്തെ വെല്ലുവിളിക്കുന്നതല്ലേ? അത് ശരിയല്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ തെറ്റ് തിരുത്താൻ അവരില്ലെങ്കിൽ തയ്യാറാണ്. ഈ സംവിധാനം, ഈ SFI ആവട്ടെ, DYFI ആവട്ടെ, CPM ആവട്ടെ, അല്ല നാടിന്
ഒരു അപമാനം തന്നെയല്ലേ അല്ലേ? ഈ ഒരു ദുഷിച്ച വ്യവസ്ഥിതിക്ക് എന്തെങ്കിലും അറുതി ഉണ്ടാവുമോ? അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴുള്ള വിദ്യാർത്ഥി തൊഴിലാളികളാണ്. കുറേ വിദ്യാർത്ഥി തൊഴിലാളികൾ അവരെയൊന്നും വിദ്യാർത്ഥികളായിട്ട് കണക്ക് കൂട്ടാനൊക്കെ ഒരു ദിവസം പോലും ഒരു ക്ലാസ് വരുന്നവരല്ല. പ്രത്യേകിച്ച് ഒരു സ്കൂൾ കോളേജ് പഠിക്കും, അത് കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് വേറൊരു സബ്ജക്റ്റിലേക്ക് റീ അഡ്മിഷൻ എടുക്കുകയാണ്. മഹാരാജ് കോളേജിൽ തന്നെ നമ്മുടെ 25 വയസ്സ് കഴിയുന്നവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല നിയമമുണ്ട്. മഹാരാജ് കോളേജ് ഓട്ടോണമസ് ആയതോടുകൂടി ആ റെഗുലേഷൻ്റെ ക്ലാസ് മാറ്റി എത്ര വയസ്സുള്ളവർക്കും അഡ്മിഷൻ ആവാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആർട്സോയ്ക്ക് 10-30 വയസ്സായില്ലേ. അപ്പോഴേക്കും നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ടീനേജ് സ്റ്റുഡൻസാണ്. അവർ 1 വയസ്സ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ചേട്ട എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറയുന്നത് കേൾക്കാനായിട്ട് അവിടുത്തെ കുഞ്ഞാടുകളായ കുട്ടികൾ ബാധ്യസ്ഥരായി മാറും. അപ്പോൾ ഇങ്ങനെ ഓരോ കോളേജും സീനിയറായിട്ടുള്ള 5-8 വർഷം കോളേജിൽ പഠിച്ചവരെ അവർ പ്ലേസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അവിടെയുള്ള ഒരു അധ്യാപക സംഘടന കാണും. ഈ പറയുന്ന ഒരു AKGCT എന്ന് പറയുന്ന സംഘടനകളുണ്ട്. ആ സംഘടന നേതാക്കന്മാർ ഇതിനു വേണ്ടി നടക്കുക. അവർ ക്ലാസ്സിൽ വരുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അവരാണ് വളം വെച്ച് കൊടുക്കുന്നത്. ഗവൺമെൻറ് കോളേജിലാണ് വാസ്തവത്തിൽ PhD ടെസ്റ്റ് ചെയ്യുന്ന മിടുക്കന്മാരാണ്. ആ മിടുക്കന്മാരായിട്ടുള്ള അധ്യാപകർ പോലും ഈ പാർട്ടിയുടെ ചങ്ങലയിൽപ്പെട്ട് അവരുടെ അടിമകളായി അവർ പറയുന്നതനുസരിച്ച് SFI ആയിട്ട് ചേർന്ന് നടക്കുമ്പോൾ അവർ കാണുന്നത് എന്താണെന്നറിയോ? SFI ആയിട്ട് ചേർന്ന് പാർട്ടിയുടെ ആളായിട്ട് വരുമ്പോൾ നാളെ സിൻഡിക്കേറ്റ് മെമ്പറാവാം, അക്കാഡമിക് കൗൺസിൽ മെമ്പറാവാം, ഫാക്കൽറ്റിയിലെ ആവാം, ഡീനാകാം. ഈ ഒരു പ്രതീക്ഷ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ രജിസ്ട്രാറാവും. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ രജിസ്ട്രാറും കൺട്രോളറും ആവുന്നതൊക്കെ SFIക്ക് ചൂട്ടുപിടിക്കുന്ന ഈ അധ്യാപക ശ്രേഷ്ഠന്മാരാണ്. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ സംരക്ഷിക്കപ്പെടും. പരീക്ഷാ പേപ്പർ റീവാലുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പരീക്ഷാ കൺട്രോളർ കയ്യിലുണ്ടല്ലോ. ഈ ഒരു സംവിധാനമാണ്. ഇതിനിടയിലാണ് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നത്. ഇത് നിവൃത്തിയില്ലാതെയാണ് നമ്മുടെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് കിട്ടത്തില്ല, എനിക്ക് ജയിക്കാനെങ്കിൽ. കാരണം ഇയാൾ പഠിക്കാനായിട്ട് പരീക്ഷ വന്നിരിക്കുമ്പോൾ അപ്പുറത്ത് ബുക്ക് തുറന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുമാത്രം വേദന ഉണ്ടാവും. തീർച്ചയായും ഇതുകൊണ്ടാണ് നമ്മുടെ കേരളം നശിക്കുന്നത്.